ഹായ് മക്കളെ, CUT എക്സാമിനേഷനിൽ ഏത് കോമ്പിനേഷൻ എഴുതി കഴിഞ്ഞാലാണ് കൂടുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ളതാണ് കൃത്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം. CUT വഴി നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞു വെക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കണം. CUT വഴി നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഗതിയിൽ നിങ്ങൾക്ക് 3 സെക്ഷനിലാണ് പരീക്ഷ ഉണ്ടാവുന്നത്. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 1 നിങ്ങൾക്ക് സാധാരണ ലാംഗ്വേജ് ആണ് ഉണ്ടാവുക. ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ് നിങ്ങൾ എഴുതേണ്ടി വരിക. അതിലൊരു പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാം, അതുപോലെ തന്നെ ഹിന്ദി എഴുതാം, മലയാളം ഉണ്ടാവും, നിങ്ങൾക്ക് ഏത് വിഷയം എഴുതാൻ പറ്റുന്ന സ്വഭാവത്തിലുണ്ടാവും. പക്ഷേ മിക്ക യൂണിവേഴ്സിറ്റികളും ഇംഗ്ലീഷാണ് പ്രിഫറൻസ് ആയിട്ട് എന്നുള്ള സ്വഭാവത്തിൽ പറയാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആണ്. ഡൊമൈൻ സബ്ജക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ +2 പഠിച്ച വിഷയങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാവാം. അതിൽ തന്നെ പല സ്വഭാവത്തിലുള്ള കാറ്റഗറി ഉണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതുപോലെ തന്നെ ബയോളജി, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, അതുപോലെ തന്നെയുള്ള സബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷന്, അതുപോലെ തന്നെ IT റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, അങ്ങനെയുള്ള വ്യത്യസ്ത സബ്ജക്റ്റുകൾ കാണാം. അങ്ങനെ 27 ഡൊമൈൻ സബ്ജക്റ്റുകൾ, 27 + 2 29 ഡൊമൈൻ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ വർഷം 2 ഡൊമൈൻ സബ്ജക്റ്റ് ആഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഡൊമൈൻ സബ്ജക്റ്റുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരിക. മൂന്നാമത്തത് സെക്ഷൻ 3 എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് ആണ്. ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോമൺ ഡിനോമിനേറ്റർ എന്നുള്ള സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരു പേപ്പറാണ്. അതിൽ നിങ്ങൾക്ക് GK, കറണ്ട് അഫയേഴ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് തുടങ്ങിയിട്ടൊക്കെയുള്ള ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സബ്ജക്ട് കോമ്പിനേഷൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സബ്ജക്ട് കോമ്പിനേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി ആണോ നിങ്ങളുടെ പ്രിഫറൻസിലുള്ളത്, ആ യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സാണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ യൂണിവേഴ്സിറ്റി പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രകാരമുള്ള പേപ്പറുകളാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരിക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏവറേജിൽ നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും ജനറൽ ടെസ്റ്റ് മാത്രം എഴുതിയാൽ കിട്ടും. ജനറൽ ടെസ്റ്റ് മാത്രമാണ് നിങ്ങൾ എഴുതിയെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള യൂണിവേഴ്സിറ്റികളുടെ എണ്ണം ഒരുപക്ഷെ നിങ്ങൾക്ക് 10 ആയിരിക്കും ഉണ്ടാവുക. 10 ഒരു പക്ഷേ മിനിമത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ 10 ഉണ്ടാവും. നമ്മൾ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ നേരെ മറിച്ച് ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷുമാണ് എഴുതുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സാധ്യത കൂടും. നിങ്ങൾക്കതൊരു 20 25 ഒക്കെ ആവാനൊക്കെയുള്ള സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ജനറൽ ടെസ്റ്റ് മാത്രം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും എഴുതുകയാണെങ്കിൽ 25 കിട്ടും എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, നിങ്ങൾ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രമാണ് എഴുതെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു 30 യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള അഡ്മിഷൻ കിട്ടും. കാരണം സയൻസ് കോഴ്സുകൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ 30. ഇതൊക്കെ അപ്രോക്സിമേറ്റ് കണക്കാനായിട്ട് ഞാൻ കൃത്യമായിട്ട് കണക്കായിട്ട് പറയുന്നില്ല എന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു ഐഡിയൽ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ഐഡിയൽ സ്റ്റേറ്റിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുന്നു, +3 ഡൊമൈൻ സബ്ജക്റ്റുകൾ എഴുതുന്നു, ജനറൽ ടെസ്റ്റ് നിങ്ങൾ എഴുതുന്നു. ഇത്രയും വിഷയങ്ങൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആവറേജിലി നിങ്ങൾക്ക് ഒരു 100-ലധികം യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിരിക്കും എന്നുള്ളതാണ്. ആവറേജിലി എന്നുള്ളതാണ്. അതിൽ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ പേപ്പറുകൾ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ സാധ്യത വർദ്ധിക്കുക ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങളും കൂടുതൽ സാധ്യതയും കിട്ടുക എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കണം. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുറഞ്ഞ പേപ്പർ എഴുതാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങളെല്ലാവരും എല്ലാ പേപ്പറും എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ കുറഞ്ഞ പേപ്പർ എഴുതുന്ന സമയത്ത് നമ്മുടെ സാധ്യത കുറയാണ് ബേസിക്കലി ചെയ്യാം. നിങ്ങൾ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റികൾ അവരുടെ അപ്ലിക്കേഷൻ ഫോം വിളിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക, നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ പ്രിഫറൻസ് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി പറയാണ് നിങ്ങൾ 3 ഡൊമൈൻ സബ്ജക്റ്റ് നിർബന്ധമായിട്ട് എഴുതണം എന്ന് പറയുന്ന സമയത്ത് ഈ കാറ്റഗറിയിലുള്ള 3 ആളുകളോട് ഔട്ടായി പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ 2 കാറ്റഗറിയിലുള്ള ആളുകളൊക്കെ ഔട്ടായി പോകും. കാരണം എന്താ വെച്ചാൽ അവർ 3 ഡൊമൈൻ സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പരമാവധി എഴുതാൻ വേണ്ടി ശ്രമിക്കുക, പരമാവധി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുക, പരമാവധി കൊടുക്കുക. കാരണം എല്ലാത്തിനും ഒരേ സ്വഭാവത്തിലൊക്കെ തന്നെ ആയിരിക്കും എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയം എന്താ, ഞാൻ ഈ ഡൊമൈൻ സബ്ജക്റ്റ് ഒക്കെ കൊടുത്തു, ഇംഗ്ലീഷ് കൊടുത്തു, ജനറൽ ടെസ്റ്റ് കൊടുത്തു, അപ്പോൾ സാർ അപ്പോൾ ഈ പറയുന്ന ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ മൊത്തം സ്കോറിനെ ബാധിക്കൂലേ എന്നുള്ള അങ്ങനെയല്ല ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഇതിൽ പ്രധാനമായിട്ടും നോക്കുക, ആ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനിൽ ആ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന്
എന്താണോ യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി പറയുന്നത് ആ എലിജിബിലിറ്റിക്ക് അനുസരിച്ചുള്ള മാർക്ക് ആ പേപ്പറിന് ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. മൊത്തം നിങ്ങളെ മാർക്കൊന്നും നോക്കൂല. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ 3 ഡൊമൈൻ സബ്ജക്റ്റ് മാത്രമാണ് എടുക്കുന്നത്, 3 ഡൊമൈൻ സബ്ജക്റ്റ് മാത്രമാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ മാർക്ക് എത്ര എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. അവിടെ ഇംഗ്ലീഷോ ജനറൽ ടെസ്റ്റോ വിഷയമേ അല്ല. ചിലപ്പം ഇംഗ്ലീഷ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിൻ്റെ ഒക്കെ കേസിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് അവർ പാസ് മാർക്ക് ഉണ്ടോ, അതായത് ക്വാളിഫയിങ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് മാത്രമേ പരിശോധിക്കുള്ളൂ. ബാക്കി ജനറൽ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ മറ്റു ഡൊമൈൻ സബ്ജക്റ്റിൻ്റെ ഒക്കെ പേപ്പറുകളുടെ ഒക്കെ ആ മാർക്കാണ് എന്ത് ചെയ്താൽ ബേസിക്കലി നോക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റികൾ അവർക്ക് എന്താണ് ആ കോഴ്സ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതിനനുസരിച്ചുള്ള മാർക്ക് പേപ്പറിനുണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല യൂണിവേഴ്സിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും നമ്മുടെ ഇജു പോർട്ടൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ലൈവ് ഡൗട്ട് ഡിസ്കഷൻ സെഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അവസാനം വരെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നവരെയുള്ള എല്ലാവിധ സംഗതികൾക്കും നമ്മൾ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാവുന്നതാണ്. യൂണിവേഴ്സിറ്റികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിക്കാം, അഡ്മിഷനെ കുറിച്ച്, പ്രൊസീജിയറിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള അവസാന നിമിഷം വരെ നമ്മൾ കൂടെ ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.